ഫ്രണ്ട്സ് അതിന് ശേഷം ഓഫീസ് അടിപൊളിയല്ലേ. അവൻ നമ്മൾ പ്ലാമന്തോളൊക്കെ പോയി വന്നിട്ടോ ഞാൻ വീട്ടിലേക്ക് നടന്നു പോവാണ്. ഡപ്പറവും കാടിൻ്റെ അങ്ങനെ നടുവിലേക്ക് കൂടെ ഇങ്ങനെ നടന്നു പോകാൻ എന്ത് രസമല്ലേ. അപ്പോൾ നമ്മൾ വീഡിയോ നടക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഓഫായി പോയിട്ടോ. അപ്പോൾ ബ്ലൂടൂത്ത് മൈക്കൊക്കെ ഇടന്നായിരുന്നു. അത് ചാർജ് പെട്ടെന്ന് പണി കഴിഞ്ഞാൽ അത് ഓഫാവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അപ്പോൾ അത് കൊണ്ടേ കൊടുത്ത് അതിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് അവിടെ. എത്ര പെട്ടെന്നായാലും അത് ശരിയാക്കണം, മൈക്കല്ലെങ്കിൽ എന്ത് രസം. അപ്പോൾ നല്ല കൗതുകം തോന്നിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് എപ്പോഴും കാട്ടിക്കൂടല്ലേ. അപ്പോൾ വളപുരത്തിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? ഞാൻ ചോറ് മസാല ദോശ കഴിച്ച്. പിന്നെ ഇപ്പോൾ പോയാൽ അങ്ങനത്തെ ഒരു പോസ്റ്റും കുറിച്ചിട്ടു. ഇതാ നമ്മളെ റോട്ടിക്കുള്ളതാ, റോട്ടിൽ കൂടെ അങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നല്ല കൗതുകം തോന്നിയ രസം. നമ്മളെ കുളത്തൂർ വളപുരം റോഡൊക്കെ നേരായിട്ടോ. എനിക്ക് വളരെ സന്തോഷമായി. ഇതെന്നാരല്ലോ നമ്മൾ എത്രയേ വീഡിയോ ചെയ്തിക്കണം, എന്നാലും നേരാക്കാനും മനസ്സ് വന്നുകൊണ്ട് സമാധാനം. ശരി, ഇതാ വളപുരം മക്കളെ. എൻ്റെ നാട്ടിലേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ഒരു 40 ഉറുപ്പ്യക്കുള്ള ഓട്ടം ഉണ്ടാവും. വളപുരത്ത് എല്ലാവരും 40 ഉറുപ്പ്യനെ മേടിച്ച്. കാര്യങ്ങൾ കേട്ടോ. ഇതാ അതെങ്ങനെ പോയ റോട്ടിൽ കൂടെ പോകണ വണ്ടി ഇങ്ങനെ വന്നാൽ ഞങ്ങളെ പള്ളി അതാ 4 തട്ടുണ്ട്. അത് നമസ്കാരപ്പള്ളി. നമ്മളെ റോഡ് കമ്പ്യൂട്ടർ റോഡ്. അങ്ങനെ വന്ന് നമ്മളെ പള്ളിക്ക് ഇങ്ങനെ റോഡ് ഭയങ്കര ചൂടാണ് മക്കളെ. നമ്മൾ വീട്ടിലേക്ക് കടന്നുപോകണമെങ്കിൽ കിലോമീറ്റർ കുറേ ഉണ്ട്. ഭക്ഷണമൊന്നും കഴിച്ചില്ല. ഒരു മസാല ദോശ കഴിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും വിശപ്പുണ്ടാവില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. അങ്ങനെ കാറ്റുണ്ടാവുകൊണ്ട് അത്ര ചൂടറിയുന്നില്ല. എന്നാലും കുറേ ഹാപ്പിയായി സന്തോഷമായിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കല്ലേ. ഞാൻ പതിവ് ഒറ്റക്കാണ് മുന്നോട്ട് പോകണ യാത്ര തന്നെ. എന്നേ ഒറ്റക്കുള്ള പോലെ ഇപ്പോൾ കൂട്ടുകാരികളൊക്കെ പിരിഞ്ഞു. എന്നുവെച്ചാൽ ഓരോരോ പ്രശ്നങ്ങളാണ് ഓരോരുത്തർക്ക്. എനിക്ക് ജെസ്സി അറിഞ്ഞു, ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവരും ഞാൻ സ്നേഹിച്ചത് കുറച്ചധികമായി പോയെന്ന് സംശയം. എൻ്റെ വല്യമ്മക്കെല്ലാവരും കൂട്ടുകെട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് ക്യാൻസലാക്കിയല്ലേ പറ്റുള്ളൂ. പിന്നെ ഷാനൂനെ ആരെന്ത് പറയണത് എനിക്കിഷ്ടമല്ല. അപ്പോൾ പിന്നെ ഷാനൂനെ വെച്ചിട്ട് സംസാരങ്ങളുണ്ടായാലും അവിടെ ടൂർ പോയി ഇവിടെ ടൂർ പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടമായിപ്പോയിട്ടോ. ഒരാളെ കുറ്റപ്പെടുത്താനൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനാ കുറ്റപ്പെടുത്തില്ല. അമിതമായി ഒരാളെ സ്നേഹിക്കാൻ പറ്റൂല. അതാരായാലും കൂടപ്പുറപ്പായാലും ആങ്ങളായാലും ആരായാലും പാകത്തിന് എല്ലാവർക്കും സ്നേഹം കൊടുക്കാൻ പറ്റുള്ളൂ. അമിതമായ വിഷമാവെന്നും പറഞ്ഞേക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇനി ഞാൻ വിട്ടു നിൽക്കുകയാണ്. ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രയാണ്. ഇതുവരെ അങ്ങനെ തന്നെ എല്ലാം ഉള്ളതുകൊണ്ട് എല്ലാവരും ഇതോളം ഇഷ്ടമുണ്ട്. ഇഷ്ടമായത് കൊണ്ട് തന്നെയാണല്ലോ അവരെ കൂടെ നിന്നത്. എല്ലാവരും കൂടെ നിന്ന് എല്ലാവർക്കും അത്യാവശ്യം ഒരു കാലത്തേക്ക് എത്തിച്ചു, ഒരു കരക്കെത്തിച്ചു. ഓലും ഇനിയും സഹായിച്ചു, ഞാൻ ഓലി സഹായിച്ചു. അതുള്ളൂ ഇപ്പോൾ എനിക്കറിയണ്ടുള്ളൂ. വേറെ ചിന്തകളൊന്നുമില്ല. എല്ലാവർക്കും എല്ലാവരും നേട്ടം തന്നെയുള്ള ആഗ്രഹം. നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. ഫ്രണ്ട്ഷിപ്പ് അവസാനിപ്പിക്കും. ഞാനൊരാളെ ഫ്രണ്ട്ഷിപ്പും
കൂടെ നിർത്താനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. സന്തോഷമായത് എന്തായാലും ശരി. ഒരാളെയും ഞാൻ തള്ളിപ്പറഞ്ഞിട്ടില്ല ഇതുവരെയായിട്ടും. അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. ഇനി ഓല ഒറ്റക്കെട്ടായി നിൽക്കട്ടെ. എന്നിപ്പോൾ സെലൂക്കിച്ചണ ഓല കൂടെ ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എനിക്ക് ഓടാനും പായാനൊന്നും വലുത്ത മാതിരി വെയ്ക്കളില്ല, പൈസയില്ല. പൈസ ഉണ്ടാകുമ്പോൾ ഒക്കെ പോയിരുന്നു. ഒക്കെയാണ്. ഇനി ഞാൻ ഒറ്റക്കുള്ള യാത്രയാണ്. അതിലാരുമില്ല. എൻ്റെ പടച്ചോ മാത്രം എൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. വേറെ ആരും ഉണ്ടാവില്ല. അതെന്നെ ഉണ്ടാവുള്ളൂ. മരിച്ചു പോകുമ്പോഴും അപ്പൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ. ഉണ്ടാവില്ല. ഇനി മുതൽ അങ്ങനെയാണ്. ഒറ്റക്കായി ഈ സ്വന്തം കാര്യം നോക്കിയിട്ട് ജീവിക്കാൻ നോക്കുക. അത്രേ ഉള്ളൂ. വലിയ കാര്യമുള്ളൂ. ആരെയും അധികമായി സ്നേഹിക്കാൻ പാടില്ല. അതൊന്നും ശരിയല്ല. എനിക്ക് തോന്നിപ്പോയി. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ കമൻ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കമൻ്റ് എഴുതണം. വെച്ചാൽ ഞാൻ അന്ന് ബാങ്ക് കൊടുക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബാങ്ക് കൊടുക്കണ ഒരു ശ്രദ്ധയില്ലാതെ അത് കേൾക്കുന്നില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനത് ഓഫാക്കിയിട്ടാണ് പിന്നെ വീഡിയോ സ്പോസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇങ്ങനത്തെ ഒരു കമൻ്റ് എഴുതുന്നത്? ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിച്ചു. നിങ്ങൾ സംസാരിക്കണത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. പിന്നെ തെറ്റുകാരായി ചിത്രീകരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ്. ഒരാളെ നമുക്ക് പറഞ്ഞു തന്നിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. ആരും പഠിപ്പിക്കാനുണ്ടായിട്ടില്ല. ഈ കാലഘട്ടത്തിൽ ഒറ്റത്തടിയായിട്ടേ നടന്നിട്ടുള്ളൂ. ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഞങ്ങളോട് പറയാണ്, കമൻറ്റ് മോശമായാലും ബാങ്ക് കൊടുക്കുമ്പോൾ ആരെങ്കിലും മുണ്ടാൻ പറ്റും. ഞാൻ മുണ്ടലില്ല. നിങ്ങൾ കണ്ടിട്ടും കണ്ടിട്ടില്ലല്ലോ. പറച്ചിൽ വേറെ ആക്കിയിട്ട് വീട്ടിലെത്തി നമ്മളിപ്പോൾ. വലിയ വീട്ടിലൊക്കെ എത്തി. അപ്പോൾ സുഖമായി ജീവിച്ചെല്ലാവരും സന്തോഷമായിരിക്കുക. അതൊഴുക്ക് പറയാനുള്ളൂ. വേറെ ഒന്നും പറയാനില്ല ഞങ്ങളോട്. എന്തായാലും ശരി, എപ്പോഴായാലും എന്നിപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടായിക്കോളുന്നില്ല. എല്ലാവർക്കും എല്ലാവരുടെ ജീവിതം ആണ് ഇത്. എനിക്കിപ്പോൾ അങ്ങനെ തോന്നുക. എൻ്റെ ജീവിതമാണ് എനിക്ക് വലുത് തോന്നിപ്പോൾ. ആരുണ്ടായിട്ടും കാര്യമില്ല. ഇപ്പച്ച് മനസ്സിലായി. ജീവിതത്തിലൊരു ഐശ്വര്യം, സന്തോഷം എല്ലാവർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ സന്തോഷമാണ്. ഓരോട് തെറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചകന്ന് നിൽക്കലാണ് ബുദ്ധി തോന്നി. ഇനി ഓല് യൂട്യൂബർമാരൊക്കെ പാടെ കൈകാര്യം ചെയ്യുക. അതാണ് ഇനി വേണ്ടത്. സെലൂക്കിച്ചനെ കുറച്ച് നേരം വിട്ട് നിൽക്കുക. എപ്പോഴും കൂടെ നടക്കാനുണ്ടായിരുന്നവരൊക്കെ ഈ റീച്ചില്ലാത്തവരൊക്കെ അവരെ കൂടെ നിൻ്റെ കൂടെ നിന്ന് പിന്നെ കുറച്ചൊക്കെ റീച്ചായില്ലേ. ഇനി മനസ്സമാധാനത്തിലിരിക്കൊന്ന് കുത്തിരിക്കണം. ഇതുവരെ ഓട്ടം തന്നെയാണ്. അപ്പം അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ കടന്നു പോവുകയാണ്. എല്ലാവരും സ്നേഹിക്കാനോ ആദരിക്കാനോ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒരാളെ പിന്തിരിയാനും എനിക്ക് ആഗ്രഹമില്ല. ഞാനിഞ്ഞൊന്ന് ഒറ്റയ്ക്കുള്ള മുന്നോട്ട് ജീവിതമാണ്. ഇനി ആരുമില്ല എൻ്റെ കൂടെ. പുതിയ ചാനലിൽ പുതിയ ജീവിതം, പുതിയ വർഷമാണ്. അങ്ങനെ ഇനി മുന്നോട്ട് പോകാൻ കരുതിക്കണത്. അപ്പം നിങ്ങൾക്ക് നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് അവസാനിക്കാം. എന്തായാലും ശരി, നമ്മൾ എന്നും ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. പേടി ഒരാളുണ്ട്. നമ്മൾ മരിച്ചു പോയാൽ ആരും നമ്മളെ കൂടെ ഉണ്ടാവില്ല. അള്ളാ മാത്രമേ കൂടെ ഉണ്ടാവും. അത് ചിന്തിക്കുക മനുഷ്യന്മാരെ. ഈ മനുഷ്യന്മാർ അപവാദം പറഞ്ഞ് എഴുതി വെക്കുമ്പോഴും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോവുമല്ലോ, ഒരാളങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ലല്ലോ. നിങ്ങൾ ചിന്തിക്കുന്നില്ല. പലവരും മറന്നു പോവുകയാണ് അള്ളാനെ. നിങ്ങൾ കമൻ്റ് എഴുതിക്കോളി. നിങ്ങൾക്ക് എന്താച്ച ഒഴിച്ച് കൂവോളി. പക്ഷേ നേരും നെറി എന്താണെന്ന് മനസ്സിലാക്കണം മനുഷ്യന്മാരെ. നിങ്ങൾ ഇവിടെ ജീവിച്ചാൽ മതി. ദുനിയാവ് സ്വർഗം എന്ന് പറഞ്ഞ് നടക്കണ്ട. ഇത് പള്ളിക്കാട്ടിലാണ് മണിയറ. അല്ലാതെ ദുനിയാവ് അടക്കി പിടിച്ച് ഭരിക്കാൻ നിങ്ങളാരും മോഹിക്കേണ്ട മക്കളെ. അത് തെറ്റാണ്. ഞാൻ എന്താ പറഞ്ഞു വന്നത്, ഓരോരുത്തർക്ക് ഒരാളെ കാണുമ്പോൾ എന്നെ കാണുമ്പോൾ കളിയാക്കി ചിരിക്കുക, അതുപോലെ പരിഹസിക്കുക. ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെ.
എനിക്ക് ഒരു ഡോക്ടറെ പോലെ ആയാലും കുഴപ്പമില്ല കല്യാണ വിഷയം പറഞ്ഞത്. ഇതിപ്പോൾ ആൾക്കാരിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളാഗ്രഹമാണ് പറഞ്ഞത്. ഒരാൾക്ക് എങ്ങനെ വേണം, എങ്ങനെ ഒരു കൂടെ ജീവിക്കേണ്ട ആൾ എന്നുള്ള ഒരു ബോധത്തിലാണ്. കുറച്ച് സ്റ്റാൻഡേർഡ് കുറച്ച് ലുക്കൊക്കെ വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ തെറ്റായി പോയോ? പിന്നെ പറഞ്ഞാൽ അസുഖം വരുന്നത് ഇപ്പോൾ എല്ലാവർക്കും വരും. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രം മതി. അവനാൻ്റെ ലൈഫ് പാർട്ണറായി വരണമെങ്കിൽ 5 നിസ്കാരമാണ് മുഖ്യം. സൗന്ദര്യത്തിലൊന്നും കാര്യമില്ല മക്കളെ. ആ വെളുപ്പമൊന്നും ഒരു കാര്യമില്ല, ഉള്ളു കറുപ്പായിരിക്കും. അതുകൊണ്ടൊന്നും അല്ല ഇപ്പോൾ പ്രശ്നം ഇവിടെ. നല്ല സ്നേഹിക്കാൻ വല്ല മനസ്സ് കാണിക്കണം. അതാണ് യഥാർത്ഥ മുസ്ലിം. അതാണ് പുഞ്ചിരിച്ച് നമ്മളെ ഉള്ളിൽ സങ്കടങ്ങളുണ്ടെങ്കിലും ഞാൻ കണ്ടില്ലകൾ എത്ര എനർജിക്കാണ്. എൻ്റെ കൂടെ പടച്ച ഉണ്ടെന്ന് ഒറ്റ വിശ്വാസത്തിലാണ്. എൻ്റെ കൂടെ ഉണ്ട്, എല്ലാത്തിനും എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോണത്. എൻ്റെ കാര്യത്തിൽ എനിക്ക് എൻ്റെ റബ്ബിൻ്റെ കൂടെ ഉണ്ട്. ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ഒന്നിനും പേടി ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് കൂടെ ഇല്ലെങ്കിൽ പോലും എനിക്കിപ്പോൾ സങ്കടമില്ല, പരിഭവമില്ല, സന്തോഷമായി പോവുകയാണ്. ഇന്ന് ഈ ദാരിദ്ര്യമില്ലാതെ ജീവിക്കണം, ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ ജീവിക്കണം, അന്തസ്സോടെ കൈ ഉയർത്തി നിൽക്കണം എന്നുള്ളൂ. ഒരു വാതിൽ അടയുമ്പോൾ മറ്റു വാതിൽ തുറക്കും. അതാണ് എനിക്ക് ഇങ്ങനെ തന്നെയാണ്. ഒരു വാതിൽ അടഞ്ഞാലും 16 വാതിലിൻ്റെ റബ്ബ് എനിക്ക് തുറന്നു തരും. പക്ഷെ റബ്ബിനോടുള്ള കരുണ കാണിക്കണം. നിങ്ങളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇത്രക്ക് വലിയതാവാം. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കണം നിങ്ങളെങ്ങനെ എത്ര വലുതായി. എൻ്റെ റബ്ബാണ് കാരണം എന്നേ ഞാൻ പറയാറുള്ളൂ. അതുള്ളൂ. റബ്ബാണ് നമ്മളെ ഈ ഭൂമിലോകത്തേക്ക് ഈ ജനിപ്പിച്ച് വിട്ടണമെങ്കിൽ സന്തോഷമാണ് മക്കളെ. റബ്ബിനെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് പുണ്യം തന്നെ കിട്ടണം കേട്ടോ. പക്ഷെ ഞാനിത് പറയണേ എനിക്കിത് അനുഭവിച്ച് അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്തിനും ഞാൻ ഒരു കാര്യത്തിന് ഇറങ്ങുകയാണെങ്കിൽ എൻ്റെ റബ്ബിനോട് അനുഗ്രഹം ചോദിച്ചിട്ടേ ഞാൻ അറിയുള്ളൂ ഇറങ്ങുള്ളൂ. വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ടില്ല. എൻ്റെ റബ്ബേ എന്നുള്ള വിളി എൻ്റെ അമ്മ എന്നല്ല വിളിച്ചാൽ എൻ്റെ റബ്ബേ പടച്ച റബ്ബേ എന്നുള്ള ഒറ്റ താരനുള്ളൂ ഇപ്പം എൻ്റെ മനസ്സിൽ. ഊണും ഉറക്കമില്ലെങ്കിലും വേണ്ടില്ല, രാത്രി എന്തെങ്കിലും എനിക്ക് ചൊല്ലിപ്പറക്കണം. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. എനിക്കിപ്പോൾ ഐശ്വര്യമുണ്ട്, എൻ്റെ സന്തോഷം കിട്ടുന്നുണ്ട്. ഞാനൊക്കെ എൻ്റെ ലൈഫും ഒക്കെ എൻ്റെ ലൈഫൊന്നും എനിക്കൊരു പ്രശ്നമില്ല. എനിക്കെന്താ സന്തോഷമായി ജീവിക്കണം, എനിക്ക് നല്ല ഫുഡും കഴിക്കണം, പിന്നെ നല്ലവരെ സ്നേഹിക്കും വേണം. അങ്ങനെ തന്നെയുള്ളൂ എൻ്റെ ആഗ്രഹം. വേറെ ഇപ്പം എന്താണ്, പാവപ്പെട്ടവരൊക്കെ സഹായിക്കും. ഉള്ളത് കൊണ്ട് ഒരാളുടെ കച്ചവട്ടിയാണ് 1 ഉറുപ്യ പോലും ബാക്കിയാക്കാതെ കൊടുക്കും. അതാണ് കൊടുത്തേ ശീലമുള്ളൂ എനിക്ക് കേട്ടോ. ചതിക്കാനോ വഞ്ചിക്കാനോ എനിക്കറിയില്ല. സ്നേഹിക്കാൻ മാത്രം അതാണ് കളങ്കമില്ലാത്തൊരു സ്നേഹമാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണല്ലോ ഇപ്പം നിങ്ങൾ ഇതിനെ മുതലെടുക്കണത്. അല്ല മക്കളെ, ഞാനൊരു പാവമാണ്. ഈ യൂട്യൂബറെ പോലെ ഒരു യൂട്യൂബറും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എന്താ വെച്ചാൽ എല്ലാവർക്കും ടീമേൻ്റാണ് ഇപ്പോൾ മുന്നിലേ. ഞാനിപ്പോൾ എന്ത് വെച്ചു, ഞാനൊരു പാവം യൂട്യൂബർ. നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഞാൻ ഉള്ളോണ്ട് കരയും പുറങ്ങോണ്ട് ചിരിച്ചുന്ന ഒരാളാണ്. പക്ഷേ എന്താ ഉള്ളോണ്ട് കരയും, എൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ റബ്ബേ. ഒറ്റ വാക്കിലുള്ള ലൈഫിലൊന്നും കുഴപ്പമില്ലാന്ന്. എനിക്കിപ്പോൾ ഇവിടെ ദുരിതാണെങ്കിൽ ഇച്ച് സ്വർഗം പടച്ചോൻ തരുമോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. നമ്മളാരെ തോൽപ്പിക്കാനോ ആരെ വഞ്ചിക്കാനോ നമുക്കിഷ്ടമല്ല. നമ്മളങ്ങനെ പഠിച്ചിട്ടുള്ളൂ. എൻ്റെ വാപ്പി എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾക്ക് പോവാത്തതിന് നല്ല അടി അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മമാർക്ക് പെണ്ണൊക്കെ കല്യാണം കഴിച്ചപ്പോഴത്തേന് ഓലക്ക് വാരാപ്തമായി. ഇപ്പോഴും ഓല വാരാപ്തം തീർന്നിട്ടില്ല. കടവും കള്ളിയായിട്ട് ഓല് വരെ കയറ്റി. പെട്ടെന്ന് ഓല് വരെ കയറ്റി പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ കാട്ടിൽ. തറവാട്ടിലൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഒരു കുടുംബത്തിലായ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടാവും അതൊന്നും ഇപ്പോൾ നമ്മൾ പരിഹരിച്ചു നല്ല സുഖത്തിൽ തന്നെ ഒരു ജീവിച്ചിട്ടുള്ളൂ. എല്ലാവരും നല്ല സുഖത്തിലൊരു അമ്മായിമ്മ പോലും ഉണ്ടായിട്ടില്ല. അമ്മമാർക്ക് പെട്ടെന്ന് വെറൈറ്റി പോകണമെന്ന് പറഞ്ഞാൽ ലോൺ എടുത്ത് വെറൈറ്റി. ഇപ്പം എന്താ കിട്ടുന്ന പൈസ ഇങ്ങനെ കുഴി കൊണ്ടുപോയി തള്ളുക. അത് ലോണില്ല, അത് അപ്പുറത്തുനിന്ന് വാങ്ങുക, അപ്പുറത്തുനിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ഓല് പോകുന്നുണ്ട്. ഉള്ള പച്ചവെള്ളം മുക്കി കുടിച്ചാൽ നേരങ്ങത്തിൽ ഒരു കഴിഞ്ഞിട്ടില്ല. എന്താ ഇപ്പം ചെയ്യുക, ലോണ് കൂട്ടൊന്നും പഠിച്ചവനത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്.
ഞാൻ തന്നെ അബദ്ധം കാട്ടി. എന്നിട്ടിപ്പോൾ ഞാനതപ്പോൾ ലോണും കാര്യമൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വിൽക്കലാണ് എൻ്റെ പണ്ടം. പണ്ടൊക്കെ വിറ്റു. എന്താണ് പണ്ടം, ആർക്ക് വേണം പണ്ടം, ഒക്കെ വിറ്റു. അങ്ങനെ ചിലവും നടത്തി കഴിഞ്ഞു. ഒരു കണ്ണടി ഞാനുണ്ട് ഇപ്പോൾ. പണ്ടത്തൊക്കെ ഫാൻസിയാണ് മക്കളെ. അപ്പം എന്താണ് ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ചെയ്യണ്ടേ. ഒരു പണിയും തോര അതുമില്ല. പിന്നെ അതുമല്ല ഇപ്പം എന്താണ് ഈ മുതൽ എനിക്ക് ഭയങ്കര ടൈറ്റായി. വല്യമ്മ വീണ കാരണം ആകെ ടൈറ്റായത്. ഹോം നേഴ്സ് ജോലിയും ഇപ്പം എല്ലാതും ഒക്കെ ടൈറ്റായി, ആകെ പ്രശ്നമായി. അപ്പം പിന്നെ ആകെ പിടിച്ച് നിൽക്കാൻ കഴിയാതെ അങ്ങനെ യൂട്യൂബിലേക്ക് കടന്നു പോന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നിട്ടാണ് ഇപ്പോൾ ഞാനൊരു യൂട്യൂബർ ആയി പറഞ്ഞു വരുന്നത് മക്കളെ. എൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ചാൽ വാപ്പ ചെറുപ്പത്തിലേ മരിച്ചു പോയി. ഉമ്മയാണെങ്കിൽ 10 കൊല്ലമായി മരിച്ചിട്ട്. കൂടപ്പുറപ്പുകളും ആരും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ആരത്തും പോരില്ലല്ലോ. ഞാൻ സ്വത്ത് എനിക്ക് കിട്ടിയാൽ ഇരിക്കണതൊന്നും ചെയ്യാം. എന്നെ പിന്നെ കല്യാണം കഴിച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആർക്കും കൊടുക്കുകയൊന്നും വേണ്ടല്ലോ. അതാണ് എൻ്റെ ഒരു പോളിസി. പൊന്നു മക്കളെ, എന്തോ ഒരു സന്തോഷമുള്ള ജീവിതം. കിട്ടാൻ മുതലില്ലെങ്കിലും ഞങ്ങൾക്ക് ഉള്ളത് നല്ല ബർക്കത്തുള്ള ജീവിതമാണ്. മുതലുണ്ടായ ടെൻഷനാണ് മക്കളെ. അതുകൊണ്ട് മുതലില്ലാതിരിക്കുക നല്ലത്. ഉള്ള പച്ചവെള്ളം കുടിച്ച് ജീവിക്കുക. അപ്പം നമ്മളൊരു പാട്ട് പാടാൻ പോകുകയാണ് പൊന്നു മക്കളെ.